മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ സമരത്തിന് തൊട്ടുമുമ്പ് സുരക്ഷിതമല്ലാത്ത മേഖലയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് പുറത്തുവിട്ട സർക്കാർ. ഈ ലിസ്റ്റിലും അപാകതയുണ്ടെന്ന ആരോപണം വന്നിട്ടുണ്ട്. അതേസമയം കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDF നാളെ ഡൽഹിയിൽ പ്രതിഷേധം നടത്തും. ജോൺ മത്തായി കമ്മീഷൻ നിർദ്ദേശിച്ച നോ ഗോ സോൺ മേഖലയിൽ ഉൾപ്പെട്ടവരുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചത്. 81 കുടുംബങ്ങൾ കരട് പട്ടികയിലുണ്ട്. 10ാം വാർഡിൽ ഉൾപ്പെട്ടത് 42 കുടുംബങ്ങൾ, 11ാം വാർഡിൽ 29, 12ാം വാർഡിൽ 10 കുടുംബങ്ങൾ. 10 ദിവസത്തിനകം ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ അവസരമുണ്ട്. ഈ ലിസ്റ്റിലും വ്യാപകമായ പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ജീവിക്കാൻ വീട് കിട്ടണം. വീടില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് മുണ്ടക്കൈക്ക് ഇനി പോകാൻ പറ്റൂല. ഇനി അവിടെ ഉരുള് പൊട്ടില്ല എന്ന് പറയാൻ ഈ ജോൺ മത്തായി ഒടേതമ്പുരാനൊന്നും അല്ലല്ലോ. സർക്കാർ ഇങ്ങനെയൊക്കെ നീട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങളെ പ്രോപ്പർട്ടിയിൽ തന്നെ ഞങ്ങൾക്കൊരു വീട് വെച്ച് തരുന്നതാണ് ഇതിലും നല്ലത്. ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർ ഉണ്ടെങ്കിൽ പരാതികൾ പരിശോധിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരാതിയെ സംബന്ധിച്ച് ഏറ്റവും സുതാര്യമായ പരിശോധന നടത്തും. ഈ മാനദണ്ഡങ്ങളിൽപ്പെട്ട ഒരു ദുരന്തബാധിതനെയും ഒഴിവാക്കപ്പെടില്ല ഒരു ലിസ്റ്റിൽ നിന്ന്. ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് LDF നാളെ രാപ്പകൽ സമരം ഡൽഹിയിൽ നടത്തും. കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ വിവേചനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭമാണ്. ദുരന്തബാധിതർ ഉൾപ്പെടെ 165 പേർ വയനാട്ടിൽ നിന്ന് LDFന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വന്ന് സമരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നാളെ ഡൽഹിയിൽ LDF സമരം. ദുരന്തബാധിതരുടെ കളക്ടറേറ്റ് ഉപവാസവും നാളെ നടക്കും. 27-നും 28-നും UDFന്റെ സമരം. ചൂരൽമല മുണ്ടക്കൈ ഇനി സമരവഴിയിൽ. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.